സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഭിന്നശേഷി മേഖലയിലെ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ മികവിന്റെ കേന്ദ്രമായി മാറിയിട്ടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന സ്ഥാപനത്തിൽ ഉടനെ സ്ഥാപിതമാകുന്ന റീഹാബ് ഹോസ്പിറ്റലിന്റെയും അക്കാദമിക് ബ്ലോക്കിന്റെയും മറ്റ് ഭൗതിക വികസന പദ്ധതികളുടെയും പ്രഖ്യാപനവും ഭരണാനുമതി പത്രത്തിന്റെ കൈമാറ്റവും ഭിന്നശേഷി സംഗമവും നിപ്മറിനും ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കുമുള്ള ആദര സമർപ്പണവും 2026 ഫെബ്രുവരി 20 11 മണിക്ക് നടക്കും. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും. ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങളുടെ വിതരണം, UDID കാർഡുമായി ബന്ധപ്പെട്ട അദാലത്ത് എന്നിവയും നടക്കും. ഇരിങ്ങാലക്കുട MCP ഹാളിലാണ് ഈ പരിപാടി നടക്കുന്നത്. 73 കോടി രൂപ ചെലവിലുള്ള റീഹാബ് ഹോസ്പിറ്റലിന്റെയും അക്കാദമിക് ബ്ലോക്കിന്റെയും മറ്റ് ഭൗതിക വികസന പദ്ധതികളുടെയും പ്രഖ്യാപനം, അതോടൊപ്പം തന്നെ ഭരണാനുമതിയുടെ കൈമാറ്റം, ഭിന്നശേഷി സംഗമം എല്ലാം ചേരുന്ന പരിപാടിയാണ് നടക്കുന്നത്. സംസ്ഥാനത്തെ ഭിന്നശേഷി പുനരധിവാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 53 കോടി രൂപ എസ്റ്റിമേറ്റ് തുകയിൽ റീഹാബ് ആശുപത്രിയും 20 കോടി രൂപ എസ്റ്റിമേറ്റ് തുകയിൽ അക്കാദമിക് ബ്ലോക്കും നിർമ്മിക്കുന്നത്. 250 ബെഡുള്ള റീഹാബിലിറ്റേഷൻ ആശുപത്രി ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും ദീർഘകാല പുനരധിവാസ ചികിത്സ ആവശ്യമുള്ള രോഗികൾക്കും, നട്ടെല്ലിനൊക്കെ പരിക്ക് പറ്റിയ രോഗികൾക്കും സമഗ്ര ചികിത്സ, ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, സാമൂഹിക പുനരധിവാസ സേവനങ്ങൾ എന്നിവ ഏകോപിതമായ രീതിയിൽ ലഭ്യമാക്കാൻ കഴിയുന്ന വിധത്തിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. പുനരധിവാസ മേഖലയിലെ മനുഷ്യവിഭവ ശേഷിയുടെ വികസനം, ഗവേഷണ പ്രവർത്തനങ്ങളുടെ വിപുലീകരണം, ഉയർന്ന നിലവാരത്തിലുള്ള പരിശീലന പരിപാടികൾ, അക്കാദമിക് പ്രോഗ്രാമുകൾ നിരവധി അവിടെ നടക്കുന്നുണ്ട്. ഇതെല്ലാം ചേരുന്ന പ്രവർത്തനങ്ങൾ അക്കാദമിക് ബ്ലോക്കിന്റെ നിർമ്മാണത്തോടെ കൂടുതൽ ശക്തിപ്പെടുത്താനാകും. ഈ പരിപാടിയിൽ കേരള ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മുഖേന നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ ഭാഗമായുള്ള ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നുണ്ട്. ശുഭയാത്ര പദ്ധതി പ്രകാരമുള്ള സൈഡ് വീൽ സ്കൂട്ടർ വിതരണം, വിവിധ സഹായ ഉപകരണങ്ങളുടെ വിതരണം എന്നിവ ചടങ്ങിൽ നടക്കും. പുതിയ ഗുണഭോക്താക്കളുടെ ശാരീരിക പരിശോധനയും തെരഞ്ഞെടുപ്പും, ശ്രവൺ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശ്രവണ സഹായി ലഭ്യമാകുന്ന ഗുണഭോക്താക്കളുടെ തെരഞ്ഞെടുപ്പും, ഹസ്തദാനം പദ്ധതിയിൽ 18 വയസ്സുവരെ സ്ഥിര നിക്ഷേപം നടത്തിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ടാസ്ക് ഫോഴ്സ് അവാർഡ് നേടിയ നിപ്മറിന് സാമൂഹ്യനീതി വകുപ്പ് ആദരമർപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് അത് മാത്രമല്ല, നിപ്മറിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ദീർഘകാലം ചുമതല വഹിച്ച ശ്രീ സി ചന്ദ്രബാബുവിന് ആദരം, സ്പെഷ്യൽ അത്ലറ്റിക്സിൽ വിജയികളായ ഭിന്നശേഷി മക്കളെ അനുമോദിക്കൽ, ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ നൽകിയ തൊഴിൽ ഉടമകളെ ആദരിക്കൽ എന്നിവയും ഇതോടൊപ്പം നടക്കും. വിവിധ സ്പെഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെയും പൊതുവിദ്യാലയങ്ങളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും ഇതിനൊപ്പം അരങ്ങേറും. ജില്ലാതല കലാകായിക മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നിപ്മറിലെ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റും ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് സമ്മാനിക്കും. ഭിന്നശേഷി സംഗമം 20-ാം തീയതി രാവിലെ 9:30 മുതൽ ആരംഭിക്കും. നിപ്മർ രൂപകൽപ്പന ചെയ്ത അനുരൂപീകൃത കസേര, അതായത് ഓരോരുത്തരുടെയും ശരീരത്തിന്റെ പ്രത്യേകതകൾക്ക് അനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ട് നിർമ്മിക്കുന്ന കസേര, പോഡിയം എന്നിവയുടെ അവതരണവും അവിടെ നടക്കും. പുസ്തക പ്രദർശനം, ഡോർ ലൈബ്രറി ഉദ്ഘാടനം എന്നിവയും
അനുബന്ധമായിട്ട് നടക്കും. പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഭിന്നശേഷി സംഘടനാ ഭാരവാഹികൾ, രക്ഷാകർതൃ സംഘടനകൾ, ഭിന്നശേഷിക്കാരായ വ്യക്തികൾ, വിദ്യാർത്ഥികൾ, സന്നദ്ധ സംഘടനകൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കാളികളാവും. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ MP ജാക്സൺ അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മേരി തോമസ് മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കും. സമഗ്ര പുനരധിവാസ സേവനങ്ങളുടെ വ്യാപനത്തിനും സാമൂഹിക ഉൾക്കൊള്ളലിനും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ള സമീപനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതികൾ കേരളത്തിലെ പുനരധിവാസ മേഖലയിലെ നിർണായക മുന്നേറ്റമായി മാറുമെന്നാണ് പ്രതീക്ഷ. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ക്രമപ്രവൃത്തമായ നിലയിൽ നിപ്മറിന് പണം അനുവദിക്കുന്നുണ്ട്. ആദ്യ വർഷം 10 കോടി, അടുത്ത വർഷം 12 കോടി, തൊട്ടടുത്ത വർഷം 12.5 കോടി, തൊട്ടടുത്ത വർഷം 18 കോടി, ഈ വർഷം 20 കോടി എന്ന നിലയിലാണ് നിപ്മറിന് ധനസഹായം അനുവദിച്ചിട്ടുള്ളത്. അതിന് ആനുപാതികമായ വളർച്ച ആ സ്ഥാപനം കൈവരിച്ചിട്ടുണ്ട്. ഇന്ന് സംസ്ഥാനത്തിന്റെ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രമായിട്ട് അത് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. സമ്പൂർണമായും സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ സഹായത്തോടു കൂടി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണത്.